ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കൊടും വേനലിലും കറിവേപ്പിൻ്റെ ഇല എങ്ങനെയാണ് ഇത്ര ഉഷാറിൽ നിൽക്കുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി കറിവേപ്പിന് വേണ്ടി ഭയങ്കര ശ്രമിക്കുന്നു കേട്ടോ. യൂട്യൂബിൽ കണ്ട പല മരുന്നുകളും ഞാൻ പരീക്ഷിച്ചു, ഒന്നും എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം വെള്ളം നല്ലോണം ഒരുവിധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വെള്ളം ഞങ്ങൾക്ക് കുറവാണ്, പക്ഷേ എന്നാലും ലോറിയിലൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പൊക്കെ നല്ലോണം നനയ്ക്കുകയുണ്ടായി കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം നല്ലോണം നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് ആണ് ഇത്രയും തളിര് ഇലയോടുകൂടി നിൽക്കുന്നത് കേട്ടോ. കാരണം ഇത് ഈ തൈക്ക് ഒരു 5 വർഷമൊക്കെ ആയതാണ്. കാരണം എന്നോട് മറന്നുപോയി, അത്രയ്ക്കും കുറച്ച് കാലമായതാണ്. പഞ്ചായത്തിൽ നിന്ന് 2 ചെറിയ തൈ കിട്ടിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് താഴോട്ടുമില്ല മുകളിലോട്ടുമില്ല അതങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിനത്ര ഹൈറ്റൊന്നുമില്ല, കുറഞ്ഞൊരു ഹൈറ്റൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ പാടെ ഒരു 3/4 മീറ്ററൊക്കെ നീളമുള്ളൂ. ഇപ്രാവശ്യമാണ് നല്ല തളിര് ഇലയോടുകൂടി നല്ല ഉഷാറായി വന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇല പറിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പറിക്കലില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ വേറെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടും. എന്നാലും ഞാൻ ഇത്ര ഉഷാറിൽ വല്ല തളിര് ഇലയോടുകൂടി എവിടെ ഇപ്പം നിൽക്കുന്നത് കണ്ടില്ല. ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്യണ്ട, നല്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് പൈപ്പ് പിടിച്ചിട്ട് ഇലയിലും തണ്ടിലുമൊക്കെ നല്ലോണം ഒന്ന് കുളിക്കുന്ന വിധത്തിൽ നനച്ച് കൊടുത്താൽ മതിയെന്ന്. നല്ല ഉഷാറായിട്ടുണ്ടാവട്ടെ. നിങ്ങളൊന്നും ചെയ്യണ്ട, നല്ലോണം വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ലോണം കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല തളിര് ഇലയാണ്. അപ്പം ഇപ്പം ഈ കൊടുംചൂടിൽ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ കുറച്ചൊന്ന് എന്തെങ്കിലും ചെയ്യാണ്ടുണ്ടാവില്ലല്ലോ. പിന്നെ ഈ നോയമ്പിന് എൻ്റെ അടുത്ത് 2 ഫ്രണ്ട്സുകൾ വന്നു കേട്ടോ. അപ്പം ഞാൻ ഈ മുളകിൻ്റെയൊക്കെ തൈമരട്ട് ചകിരി ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? എന്നപ്പോൾ എന്താ പുറത്തൊക്കെ പോകുമ്പോൾ നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ചകിരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറേശ്ശെ മണ്ണ് ഇട്ട് വെച്ച് നല്ലൊന്ന് കുടിച്ചെടുക്കെടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ ചകിരി ഇട്ടാൽ മുളക് ഉണങ്ങിപ്പോകും, പിന്നെ ഇതിൻ്റെ ഒരു 2 ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് കറ പോക്കിയിട്ടൊക്കെ വെട്ടിടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുറേ മെനക്കെട്ടും കണ്ടാണ് അത് ചെയ്ത്, ഇനി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഇതുണ്ടാകുമല്ലോ എന്നൊന്ന് അറിയാമല്ലോ, അതൊരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറയുകയും ചെയ്തു അങ്ങനെ തന്നെ. ഇനി ഞാൻ ഏതായാലും എടുക്കുന്നൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ, എന്താവും നോക്കട്ടെ. ഇപ്പോൾ അതാ നല്ല ഉഷാറിൽ നല്ല കരുത്തുള്ള ഇലയാണ്, എന്താ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇത് നാളെ ഞാൻ പാകി ഒരു വീഡിയോ ചെയ്തില്ലേ, അതിനകത്തുള്ള തൈയാട്ടോ. നല്ല വലിയ ഇലയായിട്ടാണ്. ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ ചകിരി ഉണ്ട്, പിന്നെ കുറച്ച് മുകളിലോട്ട് പൊന്തിക്കുന്നു. കാരണം നമുക്ക് നനച്ചാൽ ചകിരിയിൽ വെള്ളം കുടിച്ചിരിക്കുമല്ലോ, അങ്ങനെ കുടിച്ചിരുന്നോട്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ചകിരി അടിയിൽ ഇട്ട് കൊടുത്തത് കവറിൽ. ഏതായാലും എൻ്റെ മുളകൊന്നും ആയിപ്പോയില്ല. അതായത് ഇതുമല്ലൊക്കെ ഉണ്ടോ, ശരിക്കും നല്ലോണം നിറച്ച് മുളകുണ്ട്. ഞാൻ കുറേ മുളക് എന്നും കൂടെ പറിച്ചതാണ്. ഞാൻ കുപ്പിയിലൊക്കെ ഇതിൻ്റെ മരട്ടൊക്കെ വെള്ളം വെക്കും. എവിടെയും പോവുകയാണെങ്കിൽ ഞാൻ കുപ്പിക്ക് ചെറിയ ഹോൾസ് ഇട്ടിട്ട് ഇതിൻ്റെ മരട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോവുക. അപ്പോൾ ചെറുതായിട്ടേ വെള്ളം ഇവർക്ക് കിട്ടുകയും ചെയ്യും, ഉണങ്ങിപ്പോവില്ലല്ലോ. അതുകൊണ്ട് നല്ല ഉഷാറിൽ കരുത്തിൽ ഒന്നും ഒരു വളവുമല്ല വേണ്ടത്. ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ശരിക്കും വെള്ളം മാത്രം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, ജലനിധി. അപ്പോൾ എന്ത് ചെയ്യും, അത് വരുമ്പോൾ ഞാൻ നല്ലോണം എപ്പോഴാണോ രാത്രി ആയാലും എപ്പോഴാണോ വരുന്നത് അന്നപ്പൊക്കെ നനയ്ക്കും. എനിക്ക് കറിവേപ്പ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനെയും കറിവേപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് കുറേ വർഷങ്ങളായി ഞാൻ കറിവേപ്പൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. എന്നിട്ട് ഞാൻ ആരും കാണാതിരിക്കാൻ വേണ്ടി ഓലയൊക്കെ വെച്ച് ഒന്ന് മറച്ച് വെച്ചതാണ്. ഏതെങ്കിലും കണ്ണന്മാർ വന്ന് കൊണ്ടുപോകണ്ടെന്ന് ഓർത്ത്. നിങ്ങളാരും കണ്ണു വെക്കരുത് കേട്ടോ, കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇനി പുതിയ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്.